പല നിറത്തിലാണല്ലേ ഈ കടലാസ് ചെടികൾ. എനിക്ക് ശരിക്കും ഈ ബോഗൺവില്ല എന്നുള്ള പേരിനേക്കാളും കടലാസ് ചെടി എന്ന് പറയുന്നതാണ് കേട്ടോ ഇഷ്ടം. ഞാൻ സ്കൂളിൽ പോകുന്നൊക്കെ സമയത്ത് നമ്മുടേതൊരു പുഴയുടെ നടുവിലൊരു തുരുത്താണ്. അപ്പം നമ്മൾ ആ ഒരു തുരുത്ത് കയറുന്ന സ്ഥലത്ത് തന്നെ കുട്ടായേട്ടൻ്റെ വീട് എന്നാണ് നമ്മൾ പറയുക. കുട്ടായി എന്നാണ് അവരുടെ പേര്. അവിടെ ഒരുപാട് പൂവ് നിറഞ്ഞ് പൂത്ത് ഉലഞ്ഞ് കടലാസ് പൂക്കൾ നിൽക്കുന്നത് ഇപ്പോഴും എൻ്റെ മെമ്മറിയിൽ ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കുകയാണ്. പക്ഷേ ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞാലും ചില കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ ഒരുപാട് കഴിഞ്ഞിട്ട് പിക്ചറൈസ് ചെയ്യുന്ന പോലെ ഒരു റിവൈൻഡിങ് ആണല്ലേ. ഒരു 30 ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും ലൈഫ് ഒന്ന് ഇടയ്ക്കൊന്ന് റിഫ്രഷ് ചെയ്ത് റിവൈൻഡ് ചെയ്ത് ബാക്കോട്ടും ഫ്രണ്ടിലോട്ടും നമ്മളൊരു വീഡിയോ കാണുന്ന പോലെയോ ഒക്കെ തന്നെയാണ് മെമ്മറീസ്. അപ്പം എനിക്ക് തോന്നി ഇതൊന്ന് ജസ്റ്റ് വീഡിയോ എടുക്കാം എന്നുള്ളത്. പഴയ കാലത്ത് കുറേ ചെടികൾ ഞാൻ തപ്പി നടക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ കടലാസ് ചെടിയൊക്കെ ഇപ്പം ഞാൻ നല്ല ഭംഗിയായിട്ട് എല്ലാ നിറത്തിലും പല കളറിൽ ഇപ്പോഴാണ് കേട്ടോ കണ്ടു തുടങ്ങിയത്. പണ്ട് അങ്ങനെ ഒരു നിറത്തിൽ തന്നെ കാണാറുള്ളൂ. ഒരു റോസ് പിങ്ക് ആ ഷെയ്ഡ് തന്നെ കണ്ടു